ഗോപൻ സ്വാമിയുടെ സമാധിയെ പറ്റിയുള്ള ചർച്ച അവസാനിക്കുന്നില്ല അല്ലേ? എന്തായിരുന്നു കുറച്ച് ദിവസം കേരളം മൊത്തം ചർച്ചയായിരുന്നു ഈ ഗോപൻ സ്വാമിയുടെ സമാധി. എന്തായാലും ഗോപൻ സ്വാമിയുടെ മകൻ ഇപ്പോൾ വന്നിട്ട് കമ്പയർ ചെയ്യാണ് അയ്യപ്പസ്വാമിയുടെ സമാധിയുമായിട്ട് ഗോപൻ സ്വാമിയുടെ സമാധി ഒരുപോലെയാണെന്ന്. എങ്ങനെയാണ് ഇയാൾക്കിത് പറയാൻ തോന്നുന്നത്? അതുവരെയും ഇങ്ങനെ ജീവിച്ച ഗോപൻ സ്വാമിയും അയ്യപ്പസ്വാമിയും ഒരുപോലെയാണ് സമാധിയായതെന്ന് പറയുമ്പോൾ ദൈവത്തിന് പേടിയുണ്ടോ ആവോ? ഏതായാലും ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് ഏതായാലും വന്നില്ല. മുക്കിയതോ മുങ്ങിയതോ അതെന്തോ ആവട്ടെ. ഏതായാലും ഈ നാടകത്തിലൊക്കെ ഏറ്റവും അവാർഡ് കൊടുക്കേണ്ടതായ അമ്മയ്ക്ക് തന്നെയാണ്. ഇതുവരെയും ഈ മക്കളെയും ഈ ഭാര്യയെയും നല്ലതുപോലെ നോക്കി ഈ മക്കളെയൊക്കെ ഇത്രയും എത്തിച്ചത് ഈ ഗോപൻ സ്വാമി തന്നെ ആയിരിക്കുമല്ലോ. അയാളുടെ ഇപ്പം ഇനി മുന്നോട്ടുള്ള പണത്തിന് വേണ്ടിയോ ജീവിത ഉപാധിയായിട്ടോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അത് എങ്ങനെയെങ്കിലും കൊണ്ട് ഇരുത്തിയതോ അല്ല അയാളുടെ ഇഷ്ടമായിട്ട് പോയി ഇരുന്നതോ എങ്ങനെയായാലും അതൊരു നാട്ടുകാരെ ബോധിപ്പിക്കാനും അവർക്ക് ആദ്യമേ തന്നെ അവിടെ ഒരു അമ്പലം പണിയണം അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയിൽ ഇതൊരു കരുതിക്കൂട്ടിയുള്ളൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഈ ഭാര്യയ്ക്ക് ഇത്രയും വയസ്സായൊരു ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇങ്ങനെ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ മക്കൾ കേൾക്കുന്നില്ലെങ്കിലും ആരോടെങ്കിലുമൊക്കെ ഒന്ന് പറയാമായിരുന്നു. അതിനു പകരം ഗംഭീരമായ നാടകമാണ് അവർ കാണിച്ചത്. എന്തായാലും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഈ അയ്യപ്പസ്വാമിയുടെ സമാധിയും ഗോപൻ സ്വാമിയുടെ സമാധിയും ഒരിക്കലും ചേർത്ത് പറയാൻ പോലും പാടില്ലായിരുന്നു. ഇപ്പോൾ അവരൊക്കെ നോക്കുമ്പോൾ കേരളത്തിൽ ഏറ്റവും പണം ഉണ്ടാക്കാനുള്ളൊരു മാർഗം ഭക്തി തന്നെയാണ്. ആൾദൈവങ്ങൾ കൂണുപോലെ മുളക്കുന്ന കുട്ടി കുട്ടി അമ്പലങ്ങളും ആൾദൈവങ്ങളും ഇതുപോലെ സമാധികളുമൊക്കെ പണം സമ്പാദിക്കാനുള്ളൊരു നല്ലൊരു മാർഗമായിട്ട് അവർ കണ്ട്. നമ്മൾക്കറിയാമല്ലോ, സെലിബ്രിറ്റികൾ വരെ കാലിൻ്റെ മുമ്പിൽ പോയി കൂപ്പി നിൽക്കുന്ന ഒരു ആൾദൈവങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ ഇനിയും ഇതുപോലെ പൊട്ടിമുളക്കുന്നൊരു കാവ്യം എടുത്ത് നെറ്റിയിൽ വലിയൊരു ഭസ്മവും ചാർത്തി ഞാൻ ആൾദൈവമാണെന്ന് പറഞ്ഞിരുന്ന മണ്ടന്മാരായ ഹിന്ദുമതത്തിലുള്ള കുറച്ചെങ്കിലും ആൾക്കാർ ഓടിപ്പോയി അവിടെ മുട്ടുകുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. ഹിന്ദുമതത്തിൽ 33 ദൈവങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഈ ദൈവങ്ങളൊന്നും പോരെ? ഇത്ര ദൈവങ്ങളൊന്നും പോരാഞ്ഞിട്ടാണോ മുക്കിന് വരുന്ന ആൾദൈവങ്ങളെയും ഇതുപോലെ സമാധി അടയുന്ന ഗോപൻ സ്വാമി പോലുള്ള ഓരോരുത്തരെയും ഒക്കെ ദൈവങ്ങളായിട്ട് കാണാൻ? കൂടാതെ അവിടെയും ഇവിടെയും ഓരോന്നും പറഞ്ഞ് വഴിതെറ്റിക്കുന്ന ജ്യോത്സ്യന്മാർ വേറെ. ഒരു ജ്യോത്സ്യനല്ലെങ്കിൽ അടുത്ത ജ്യോത്സ്യൻ അവരെന്ത് പറയുന്നു? സ്വന്തം വീട്ടിലെ ആളുകളെ കൊല്ലാൻ പറയുന്നു, അല്ലെങ്കിൽ നരബലി പറയുന്നു, കൂടോത്രം ഉണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ ബാക്കിൽ ഓടുന്ന കുറച്ച് ആൾക്കാർ. എന്താണ് ഇവർക്കൊക്കെ ഇങ്ങനെയെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ വിശ്വസിച്ചിട്ടാണോ അല്ല വേറെ എന്തെങ്കിലും ഒരു ലാഭത്തിന് വേണ്ടിയാണോ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മക്കളും ഭാര്യയും പ്രതീക്ഷിക്കുന്നത് ഇനി ഭക്തജനങ്ങളുടെ ഒഴുക്ക് അവിടെ ഉണ്ടാവുമെന്നാണ് അവർ വിചാരിക്കുന്നത്. ദയവ് ചെയ്ത് ഹിന്ദുക്കൾ ഇനിയും ഇതുപോലുള്ള ആൾദൈവങ്ങളെയും ഇങ്ങനെ അവിടെയും ഇവിടെയും കുറച്ച് ഭസ്മവും തൊട്ട് ഓരോ സ്ത്രീകളെ കാണുന്നില്ലേ? എൻ്റെ ദേഹത്ത് ദൈവം കൂടി, എൻ്റെ ദേഹത്ത് ദേവി വന്ന് പറയുന്നു, ദേവം വന്ന് പറയുന്നു എന്ന് പറഞ്ഞ് ഉറഞ്ഞു തുള്ളി ഒരു പരിഹാസപാത്രമായ ദൈവമായി മാറുമ്പോൾ മറ്റുള്ളവർ പറയുന്നതിനെ നമ്മൾ എന്തിനാ അവരിങ്ങനെ പറയുന്നതെന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്ക് തന്നെ അതൊരു പുച്ഛം തോന്നുന്നില്ലേ? ഉള്ള ദൈവങ്ങളെയെങ്കിലും ആരെയെങ്കിലും നമ്മുടെ മനസ്സിന് ഇന്ന ദൈവം എന്നുള്ളതിനെ പ്രാർത്ഥിക്കുക. ഇത്രയും ദൈവങ്ങൾ പോരാഞ്ഞിട്ടാണ് അവിടെ ഒരാൾ ദൈവം, ഇവിടെ ഒരു സമാധി, അവിടെ ഒരു എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ഒരു ചിന്തയുള്ള ആരെങ്കിലും ഇതുപോലുള്ള ഈ സമാധിയുടെ അടുത്തോ അല്ല ആൾദൈവങ്ങളുടെ അടുത്തോ പോവുമോ? അതിൻ്റെ കാര്യം എന്താണ്? വിളിച്ചാൽ വിളിപ്പുറത്ത് ദൈവം കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ ആൾദൈവങ്ങളാണോ നമുക്കെന്തെങ്കിലും ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ സമാധിയായ ഗോപൻ സ്വാമിക്ക് എന്തെല്ലാം കഴിവുകൾ വേണം? അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കുചേലൻ കൃഷ്ണൻ്റെ അടുത്ത് പോയിട്ട് വലിയ കൊട്ടാരവും ഇതും വന്നതുപോലെ സമാധിയായതിൻ്റെ പിറ്റേന്ന് ഇവർക്ക് നല്ല എന്തെങ്കിലും കിട്ടിയോ? ഇല്ല. 2 പശുവിനെ വിൽക്കുന്നു, ഭക്തർ വരുമ്പോൾ ഇരിക്കാനുള്ള ഇരിപ്പിടമില്ല. ഇതൊക്കെ അവർ എണ്ണി പറയുമ്പോൾ ഇവർക്കെന്താണ്? ഇവർക്കെന്തെങ്കിലും അസുഖമില്ലാതിരിക്കുമോ? അതെന്താണ് മണ്ടന്മാരായ മനുഷ്യർ മനസ്സിലാക്കാത്തത്? ഇവർ ഈ സമാധിയുടെ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ എന്ത് നേടുമെന്നാണ് ഇവർ ചിന്തിക്കുന്നത്? അല്ലെ ആൾദൈവങ്ങളുടെ അടുത്ത് പോയിട്ട് വെള്ളപ്പൊക്കമൊക്കെ വരുമ്പോൾ ഈ ആൾദൈവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവർ തന്നെ രക്ഷപ്പെട്ട് ഓടുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് നമുക്കൊരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്തായാലും ദൈവമുണ്ട്, അതൊരു അദൃശ്യ ശക്തിയുണ്ട്. അതിനെ പ്രാർത്ഥിക്കുക, തെറ്റുകൾ ചെയ്യാതിരിക്കുക, കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തുക.
ഇതിന് പകരം ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളിലേക്ക് പോയി അവർ പറയുന്ന തെറ്റുകളായാലും വണ്ടത്തരായാലും അതൊക്കെ അനുസരിച്ച് അവർ ദൈവമെന്ന് പറയുന്നു, അതവിടെ ഓടി അവിടെ എത്തി, അതിനെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഇനിയിപ്പോൾ അങ്ങോട്ട് എനിക്ക് തോന്നുന്നത് ദൈവങ്ങളൊക്കെ മാറി ഇങ്ങനെ ജീവിച്ചിരിക്കുന്നവർ അവിടെ പോയി സമാധിയായി, അല്ലേ അവരിങ്ങനെ പറഞ്ഞു, അല്ലേ അതാ ഇവിടെ ഇത് ബാധ കൂടി അത് ദൈവമാണെന്ന് പറയുന്നു. ഇതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാതെ ഇത് മുളയിലേ നുള്ളിക്കളയേണ്ട വലിയൊരു ആപത്താണ്. ക്യാൻസർ വന്ന ഭാഗം മുറിച്ച് കളയുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ളതൊക്കെ തുടക്കത്തിൽ തന്നെ മുറിച്ച് കളയണം.